ബംഗാളിൽ വലിയ തോതിലുള്ള ഒരു അട്ടിമറി വിജയം നേടി ഭരണം പിടിച്ചെടുത്തതിന് ശേഷം അവിടെ എല്ലാ രീതിയിലും ശക്തിയായിരുന്ന മമതാ ബാനർജി ഇപ്പോൾ ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതായത് അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, നാണം കെട്ട തോൽവിയിലേക്ക് പോലും അവർ മാറി എന്നുള്ളത് വാസ്തവമായിരുന്നു. ഇപ്പോൾ അതുമാത്രമല്ല, ഈ പാർട്ടി തന്നെ, അതായത് TMC തന്നെ ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണ് ഇപ്പോൾ ബംഗാളിലെ ഓരോ സംഭവവികാസം എന്ന് പറയുന്നത്. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ BJPക്ക് 207 MLAമാരും TMCക്ക് ആകെയുള്ളത് 80 MLAമാരുമാണ്. ഇതിൽ ഏറ്റവും വലിയ തോതിലുള്ള ട്വിസ്റ്റ് എന്ന് പറയുന്നത് TMCയിൽ പല MLAമാരും ഇപ്പോൾ BJP പാളയത്തിലേക്ക് ചാടാനായി പോകുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് TMC എന്ന് പറയുന്ന പ്രതിപക്ഷ പാർട്ടി നിലവിൽ മമതയുടെ പാർട്ടിയിൽ വളരെ വലിയ തോതിലുള്ള ഒരു കുഴിഞ്ഞുപോക്കലുകളാണ് ഉണ്ടാവാൻ പോകുന്നത് തന്നെ. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നിലവിൽ മമതയോടൊപ്പമുള്ള MLAമാരിൽ പലരും BJP പാളയത്തിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് അറിയാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് നിലവിൽ മമതയുടെ പാർട്ടി എല്ലാ രീതിയിലും ബംഗാളിൽ എന്താണോ ഇടതുപക്ഷത്തിന് അവിടെ സംഭവിച്ചത് അതേ ഗതിയിലോട്ട് തന്നെയാണ് ഇപ്പോൾ മമതയുടെ പാർട്ടി ഇപ്പോൾ ബംഗാളിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതിൽ നിന്നും, അതായത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്നും ബാക്കിയുള്ളവർ കൂടി, അതായത് TMC പക്ഷത്തുള്ള ബാക്കിയുള്ളവർ കൂടി ചാടി രക്ഷപ്പെടാനായി നോക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതിൽ മമതയ്ക്കൊപ്പം നിലവിലുള്ള MLAമാരിൽ ഭൂരിഭാഗം പേരും BJP പാളയത്തിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും ആ പാർട്ടിക്കും അതോടൊപ്പം തന്നെ മമതയ്ക്കും കനത്ത തിരിച്ചടിയായി വരും ദിവസങ്ങളിൽ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം മമത തന്നെ ഇപ്പോഴും ഞെട്ടലിൽ നിന്നും മാറിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതായത് തൻ്റെ തോൽവി പോലും അംഗീകരിക്കാനായിട്ട് മടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായി മമത ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അത്രത്തോളം വലിയൊരു തോൽവിയാണ് അവിടെ മമത ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. എന്ത് തന്നെയായാലും BJPയുടെ ഒരു അട്ടിമറി വിജയം ഒരു പാർട്ടി, അതായത് അവിടെ ഭരണത്തിലിരുന്ന പാർട്ടിയായിട്ടുള്ള TMCയെയും മമതയെയും തുടച്ചു നീക്കുന്ന തരത്തിലോട്ട് തന്നെ കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് വാസ്തവം. ഇനി വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഈ പാർട്ടിയും അതോടൊപ്പം തന്നെ മമത ഉൾപ്പെടെ എല്ലാ രീതിയിലും തകർന്ന് തരിപ്പണമാകുന്ന തരത്തിലോട്ട് ബംഗാളിൽ ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് നിലവിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന MLAമാർ പലരും BJP പാളയത്തിലേക്ക്, അതായത് ഭരണപക്ഷത്തിലേക്ക് ചാടാനായിട്ടുള്ള ഒരു വഴിയാണ് നിലവിൽ ബംഗാളിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത്. ഇത് മമതയെ സംബന്ധിച്ചിടത്തോളമായാൽ പോലും വളരെ വലിയ തോതിലുള്ളൊരു തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മമതയുൾപ്പെടെ ഇപ്പോഴും BJPയെ പ്രതിരോധിക്കാനായിട്ടുള്ള പല തന്ത്രങ്ങളും പ്രയോഗിച്ചു എങ്കിലും അതെല്ലാം തന്നെ നിഷ്പ്രഭമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ബംഗാളിൽ മാറി എന്നുള്ളതാണ് വാസ്തവമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പോക്ക് മമതയ്ക്കും മമതയുടെ പാർട്ടിയായിട്ടുള്ള TMCക്കും എല്ലാ രീതിയിലും ബംഗാളിൽ ശക്തി നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലും ഇനി ആ പാർട്ടി തന്നെ ഇല്ലാതാവുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ നയിക്കുമെന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. അതിൽ തന്നെ നിലവിൽ മമതയോടൊപ്പമുള്ള MLAമാരിൽ പലരും ഈ പറയുന്ന തോതിൽ TMC വിട്ടുകൊണ്ട് BJP പാളയത്തിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും.